ഒരൊറ്റ മൊബൈൽ ആപ്പ് വഴി തടസ്സമില്ലാതെ പണമയക്കാനും സ്വീകരിക്കാനും ബില്ലുകൾ അടയ്ക്കാനും ഉപയോക്താക്കളെ പ്രാപ്തമാക്കിയ ഒന്നാണ് UPI അഥവാ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. കയ്യിൽ പണം കരുതിയിരുന്ന നമ്മളെ ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് വഴി നടത്തിച്ചത് ഗൂഗിൾ പേയും ഫോൺ പേയും പോലുള്ള ആപ്പുകളുടെ കടന്നുവരവാണ്. ഇത്തരത്തിലുള്ള UPI സംവിധാനം ഉപയോഗിക്കാത്തവർ ഇന്ന് വളരെ ചുരുക്കമായിരിക്കും. എന്നാൽ ഇപ്പോൾ ഏപ്രിൽ 1-ന് ശേഷം UPI ഐഡികൾ നഷ്ടമായേക്കാമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലുള്ള പേയ്മെന്റ് ആപ്പുകൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട അപ്ഡേറ്റ് ആണിത്. UPIയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറുകൾ ഒരു നിശ്ചിത കാലയളവിൽ സജീവമല്ലെങ്കിൽ ആ നമ്പർ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് നീക്കം ചെയ്യുമെന്നും UPI ഇടപാടുകൾ സാധ്യമാകില്ലെന്നുമാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. രാജ്യത്ത് സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണക്കിലെടുത്താണ് NPCI പുതിയ നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഇനാക്റ്റീവായ മൊബൈൽ നമ്പറുകൾ UPIയിലും ബാങ്കിംഗ് സംവിധാനങ്ങളിലും പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് NPCI പറയുന്നത്. ആളുകൾ ഉപയോഗിക്കാത്ത ഇനാക്റ്റീവ് നമ്പറുകൾ ടെലികോം ഓപ്പറേറ്റർമാർ പിന്നീട് മറ്റ് ഉപയോക്താക്കൾക്ക് അനുവദിക്കുന്ന പതിവുണ്ട്. ഇത് തട്ടിപ്പിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള കാരണമായി കണക്കാക്കപ്പെടുന്നു. പുതിയ നമ്പർ എടുത്തിട്ടുള്ളവരും എന്നാൽ ബാങ്ക് അക്കൗണ്ട് ഇപ്പോഴും ഉപയോഗിക്കാത്ത പഴയ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഉപയോക്താക്കളെ ആയിരിക്കും ഈ തീരുമാനം കൂടുതൽ ബാധിക്കുക. ഇതിനു പുറമെ ഇനാക്റ്റീവായ മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ച് UPI സേവനങ്ങൾ ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾക്കും ഈ തീരുമാനം തിരിച്ചടിയാകും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പഴയ നമ്പറുമായോ ഇപ്പോൾ സജീവമല്ലാത്ത ഒരു നമ്പറുമായോ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ നമ്പർ അക്കൗണ്ടുമായി അപ്ഡേറ്റ് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ടെലികോം സേവന ദാതാവിനെ ബന്ധപ്പെട്ട് ഇനാക്റ്റീവായ നമ്പർ സജീവമാക്കാവുന്നതാണ്. നിങ്ങളുടെ നമ്പർ ആക്റ്റീവാക്കി കഴിഞ്ഞാൽ ഏപ്രിൽ 1-ന് ശേഷം UPI സേവനങ്ങൾ തടസ്സമില്ലാതെ ഉപയോഗിക്കാൻ കഴിയും.